സുഹൃത്തുക്കളെ, എൻ്റെ നിലകളിലേക്ക് മധു നായരേവരെയും വീണ്ടും ക്ഷണിക്കുകയാണ്. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ചില കാര്യങ്ങൾ ഇവിടെ കഴിഞ്ഞ 1-2 ആഴ്ചയായിട്ട് മാധ്യമങ്ങളിൽ വലിയ വാർത്തയായിരിക്കുന്ന വൃക്കയെ സംബന്ധിച്ചിട്ടുള്ള പരാതികളും അതിൻ്റെ പിന്നിൽ ഉള്ള മാഫിയ പ്രവർത്തനവും അതിനെ തിരഞ്ഞു പിടിക്കാനായിട്ടുള്ള പോലീസിൻ്റെ പ്രയാണവും ഒക്കെ കൂടി അന്തരീക്ഷം കലുഷിതമായിരിക്കുകയാണ്. ഇതിനെക്കുറിച്ച് എൻ്റെ വ്യക്തിപരമായ ചില അഭിപ്രായങ്ങൾ നിങ്ങളോട് ഞാൻ പങ്കുവയ്ക്കുകയാണ്. മനുഷ്യ ശരീരത്തിൽ എൻ്റെ എളിയ അറിവിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവയവമാണ് കിഡ്നി, വൃക്കകൾ. അത് ശരീരത്തിൽ കണ്ണ്, ചെവി ഇങ്ങനെയൊക്കെ ഈ 2 വച്ചിരിക്കുന്നത് പോലെ വൃക്കകളും 2 ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് സൃഷ്ടിപരമായ കാര്യങ്ങൾ ആരാണ്, ദൈവമാണോ പ്രകൃതിയാണോ അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. അത് ഒരു പ്രത്യേകമായ ശ്രദ്ധേയമായൊരു കാര്യമാണ്. ഹൃദയം ഒന്നേ ഉള്ളൂ, കരളൊന്നേ ഉള്ളൂ. പക്ഷേ ഈ വൃക്കകൾ ഒരു ജോഡിയായിട്ട് ആക്ച്വലി അത് 2 ഏതെങ്കിലും ഒന്ന് ഇല്ലാതായാൽ തന്നെ സ്വസ്ഥമായ ജീവിതം ആക്ച്വലി തുടരാൻ സാധിക്കുമെന്നുള്ളതാണ് ശാസ്ത്രീയമായിട്ട് തെളിയിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ വൃക്കകൾ ചെയ്യുന്ന ബഹുമുഖമായ കാര്യങ്ങൾ, ഹാർട്ടും ലിവറും ഒക്കെ അങ്ങനെ ഒരു മൾട്ടി ഫങ്ഷണലാണെന്ന് എനിക്ക് അറിയില്ല, അല്ലെന്നുള്ളതാണ് എൻ്റെ തോന്നൽ. പക്ഷേ വൃക്കകളുടെ കാര്യം അതല്ല. ശരീരം നമ്മുടെ ജീവൻ നിലനിർത്താൻ വേണ്ടി അത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ഒന്നിനെ സ്പെയർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു ആൾക്ക് ജീവിതം കൊടുക്കുക എന്നുള്ള ഒരു മഹത്തായ കർമ്മം ഇതുകൊണ്ട് സാധിക്കുന്നതാണ്. പല അവയവങ്ങളും ട്രാൻസ്പ്ലാന്റ് ചെയ്ത് ശാസ്ത്രം പുരോഗമിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും സക്സസ്ഫുള്ളായിട്ട് എൻ്റെ അറിവിൽ ലോക റെക്കോർഡിൽ ആക്ച്വലി 98-99% കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ സക്സസ്ഫുൾ ആയിട്ടാണ് നടക്കുന്നത് എന്നുള്ളതാണ് അറിയിക്കുന്നത്. അപ്പോൾ ഇത് ഒരു നമ്മുടെ ആരോഗ്യ മേഖലയിൽ ഒരു വലിയ കാര്യം തന്നെയാണ്. അപ്പോൾ അതിൽ ഇപ്പോൾ ഒരാൾ അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ അവരുടെ വൃക്ക വേണ്ടപ്പെട്ടവർക്ക് ജീവൻ നിലനിർത്താൻ വേണ്ടി ദാനം ചെയ്യുന്നത് കാര്യമായ ഒരു സാമൂഹ്യ പ്രതിബദ്ധത ഉള്ള ഒരു നാട്ടുനടപ്പ് തന്നെയാണ്. പക്ഷെ അതിനപ്പുറമായിട്ട് ആക്ച്വലി സാമ്പത്തികമായിട്ട് വിഷമം അനുഭവിക്കുന്ന ആളുകൾക്ക് അതിൽ നിന്നും ഒരു വൃക്ക ദാനം ചെയ്തു കഴിഞ്ഞാൽ കുറച്ച് പണം കിട്ടും, അതുകൊണ്ട് അവരുടെ പ്രശ്നങ്ങളൊക്കെ തീരുമെന്ന് ആലോചിക്കുന്നതിൽ എന്താണ് ക്രിമിനൽ കുറ്റം? ആക്ച്വലി ഇത് ഉണ്ടല്ലോ, ഇവിടുത്തെ ഒരുപാട് കാര്യങ്ങൾ എനിക്കറിയാം. ചെറുപ്പകാലത്തൊക്കെ ഈ നാട്ടിൽ അബോർഷൻ നിയമവിരുദ്ധമായിരുന്നു. അതൊരു സുപ്രഭാതത്തിൽ ലിബറലൈസ് ചെയ്തപ്പോൾ എത്ര ജീവനാണ് രക്ഷപ്പെടുന്നത്. ആലോചിച്ച് നോക്കൂ. അത് അത്രത്തോളം ലിബറലായിട്ടുള്ള ഒരു പോളിസി ആരോഗ്യരംഗത്ത് മിക്ക രാജ്യങ്ങളിലും ഇല്ല എന്നുള്ളതാണ്. എസ്പെഷ്യലി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് വലിയ പുരോഗതിയൊക്കെ പറയും അവിടെ. പക്ഷേ അവിടെ ഇപ്പോഴും ഈ പറയുന്ന കാര്യത്തിൽ ഭയങ്കരമായിട്ടുള്ള തർക്കങ്ങളും പല സംസ്ഥാനങ്ങളും അതൊക്കെ നിരോധിച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടാകാൻ പോകുന്നത്, ഈ ലോകത്തിലെ ഇന്ന് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഈ നാട് ഈ കാര്യത്തിൽ ഒരു പ്രായോഗികമായിട്ടുള്ളൊരു നിയമം, എൻ്റെ ശരീരം എൻ്റെ വകയാണ്, അത് എന്ത് ചെയ്യണമെന്നുള്ളത് എൻ്റെ അവകാശമാണ്, അതിൽ ഒരു ബാഹ്യശക്തിയും ഇടപെടുന്നത് ശരിയല്ല. ആത്മഹത്യ പോലും ഇപ്പോൾ നിയമ സാധുത ഉള്ള സംഭവമായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള അന്തരീക്ഷത്തിൽ എന്തുകൊണ്ട് ഇത് പ്രോത്സാഹിപ്പിക്കണമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ അതിനെ തടയാനായിട്ടുള്ള ഈ പറയുന്ന നിയമങ്ങൾ കൊണ്ടുവന്ന് അതിൻ്റെ പിന്നിലൊരു ക്രിമിനൽ കുറ്റം ആരോപിച്ച് അതിനെ വേട്ടയാടാനായിട്ട് പോലീസിന്
ആവശ്യമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ഈ നാട്ടിൽ അവർ അതിൻ്റെ പുറകെ നടക്കും. ആവശ്യമുള്ള കാര്യങ്ങൾക്ക് അവരെ ചിലപ്പോൾ കിട്ടാതെ പോയിരിക്കുന്ന ഒരു ദുരവസ്ഥ നിലവിലുണ്ട്. ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, ഈ വൃക്കദാനം ആക്ച്വലി ലിബറലൈസ് ചെയ്തിട്ട് ഒരു നാഷണൽ രജിസ്ട്രി, ഇപ്പോൾ എനിക്ക് ഇതിനെക്കുറിച്ച് കുറച്ച് വ്യക്തമായിട്ട് അറിയാം. കാരണം എൻ്റെ മകള് അമേരിക്കയിലൊരു ട്രാൻസ്പ്ലാന്റ് നെഫ്രോളജിസ്റ്റാണ്. ഒരു ആശുപത്രിയുടെ തലവിയായിട്ട് അവൾ കാര്യമായിട്ട് പ്രവർത്തിക്കുകയാണ്. അപ്പോൾ അവളിൽ നിന്ന് അറിഞ്ഞ വിവരങ്ങളെന്ന് പറഞ്ഞാൽ അവിടെ ഒരു നാഷണൽ രജിസ്ട്രി തന്നെയുണ്ട്. ഇപ്പം അവിടെ ഈ പറയുന്ന ജീവിച്ചിരിക്കുന്നവർ ഡൊണേറ്റ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ കഡാവർ കിഡ്നി, അതായത് ബ്രെയിൻ ഡെത്ത് ഉണ്ടായ ആളിൽ നിന്നും കിഡ്നി ഹാർവെസ്റ്റ് ചെയ്ത് ആവശ്യമുള്ളവർക്ക് എത്തിക്കുക. അത് വളരെ ശാസ്ത്രീയമായിട്ട് കാര്യമായിട്ട് അത് ഒരു ഇതായിട്ട് നടക്കുന്നു. ഒരു നാഷണൽ രജിസ്ട്രി ഉണ്ട്. അപ്പോൾ നമുക്കിപ്പം ഒരു കിഡ്നി ട്രാൻസ്പ്ലാന്റ് ആവശ്യമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം ഇവിടത്തെ പോലെ ഒരിടത്ത് കിഡ്നി അവൈലബിൾ ആണെങ്കിൽ അവിടം വരെ എത്രയും പെട്ടെന്ന് എത്തിച്ചേരുക എന്നുള്ളതാണ്. അല്ലാതെ കിഡ്നിയെ ആംബുലൻസിലാക്കി വരുത്തേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ വളരെ സക്സസ് ആയിട്ട് ആക്ച്വലി നടക്കുന്ന ഒരു സംവിധാനം. അത് എന്തുകൊണ്ട് നമ്മുടെ നാട്ടിലും ആയിക്കൂടാ? ആയാൽ എത്ര, കാരണം ഒന്നാമത് ഇത്രയും ജനസംഖ്യ ഉള്ളപ്പോൾ അത്ര അധികം നമ്പേഴ്സ് അവൈലബിൾ ആകും. അതിലൊരു ലോക റെക്കോർഡ് തന്നെ ആകും. ഒരു പരിധി കൂടി കഴിഞ്ഞിട്ട് ഇന്ത്യക്കാർക്ക് മാത്രമല്ല, ഇപ്പോൾ തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് ഇറാനിൽ ഈ നിയമം വളരെ ലിബറലാണെന്ന് കേൾക്കുന്നു. അതാണ് ഇവിടുന്ന് കുറേ പേരെയൊക്കെ സംഘടിച്ച് ഇറാനിൽ കൊണ്ടുപോയതെന്നും അവരുടെ കിഡ്നി ഹാർവെസ്റ്റ് ചെയ്തെന്നും അതിനകത്തൊരു ഇടനിലക്കാർ ഇത് സർക്കാർ ഇടപെടാത്തതുകൊണ്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന 50 ലക്ഷവും 60 ലക്ഷവും ഒക്കെ ഈ ആവശ്യമുള്ളവരിന്ന് വാങ്ങിച്ചിട്ട് ഈ കിഡ്നി ഡോണറിന് വളരെ തുച്ഛമായ തുക കിട്ടുന്ന ഒരവസ്ഥ, അതൊക്കെ അനുവദനീയമല്ല. അപ്പോൾ ഇതൊക്കെ ഒന്ന് മാറണമെന്നുണ്ടെങ്കിൽ നിയമപരമായിട്ട് യുക്തി പ്രയോഗിച്ചിട്ട് കേന്ദ്ര സർക്കാർ തന്നെ അതിന് മുന്നോട്ട് വരണം. അത് പുതിയ കേന്ദ്രമന്ത്രി ഈ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഇതിന് അത്രത്തോളം ശുഷ്കാന്തി ഉണ്ടെന്ന് പേഴ്സണലി എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ആ തരത്തിൽ ഒരു നിയമം വരികയും അത് ആർക്ക് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിലും ഒരു കിഡ്നി ഡൊണേറ്റ് ചെയ്യാമെന്നും അത് എന്താ പറയുക, അതിന് പ്രതിഫലം പറ്റുന്നത് ഒരു വലിയ കുറ്റകരമായ കാര്യമല്ലാതെ ആക്കുകയും ഒരു നാഷണൽ രജിസ്ട്രി ഉണ്ടാക്കി ഇതൊരാഗോള പ്രതിഭാസമാക്കി ഇതിനു വേണ്ടി ആക്ച്വലി വരട്ടെ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ഇന്ത്യയിൽ കിഡ്നി അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു തരത്തിലുള്ളൊരു നിയമ സംവിധാനം ഇവിടെ ഉണ്ടാകട്ടെ എന്ന് ആശിച്ചുകൊണ്ട് എൻ്റെ ഈ കാര്യങ്ങളിലുള്ള അഭിപ്രായം തുറന്നു പറഞ്ഞുകൊണ്ട് പലർക്കും ഈ പറയുന്നത് ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ എനിക്ക് തോന്നുന്നത് ഞാൻ വെട്ടി തുറന്ന് പറയുകയാണ്. അങ്ങനെ ഒരാഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ട് ഈ ആഴ്ചത്തെ എൻ്റെ ജൽപ്പനങ്ങൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.